കണ്ണൂരിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത 9 പേര് കൂടി തെയ്യം കാണാൻ പോയ ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. തെയ്യം കാണുന്ന ആഗ്രഹം എവിടെയാ തെയ്യം നടക്കണേന്ന് പോലും അറിയില്ല കേട്ടോ. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊരു പേജിലാണ് ഞങ്ങൾ മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് തെയ്യം നടക്കുന്നുണ്ടെന്ന് കാണുന്നത്. ഒരു നോട്ടീസ് കണ്ടതാണ്. ആ ഒരു ഇൻസ്റ്റഗ്രാം പറഞ്ഞൊരു ഉറപ്പിലാട്ടോ ഞങ്ങൾ പോകുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ തെയ്യം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഒറ്റ മൈൻഡ് തെയ്യം കാണാൻ പോകാന്നുള്ള മൈൻഡിലാട്ടോ നമ്മൾ വരുന്നത്. നമ്മൾ 8 ആൾ ഇവിടെ തൃശ്ശൂരിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെ പോകുന്നൊക്കെ ഉള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു. കാറിൽ പോകണോ, ബസ്സിൽ പോകണോ, ട്രെയിനിൽ പോകണോ, അങ്ങനെ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ട്രെയിനിനാക്കിട്ടോ. ട്രെയിനിന് പോകാനാണെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് കിട്ടി. ഏറനാട് എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോയത്. 9:30 തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ. എന്നിട്ട് റിട്ടേൺ ആയിട്ട് ട്രെയിൻ ടിക്കറ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ബാക്കി പിന്നെ നോക്കാം, ഒന്നില്ലെങ്കിലും ജനറൽ കയറി വരാമെന്നുള്ള മൈൻഡിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. എൻ്റെ കണ്ണൂരെത്തി. നമ്മളൊരു 2:30 കണ്ണൂരെത്തി. അവിടെ നിന്ന് MRI ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണിയും കഴിച്ചു നേരെ പറശ്ശിനിക്കടവിലേക്ക് ബസ് കയറി. അവിടെയാണ് നമുക്ക് സ്റ്റേ കിട്ടിയത്. പക്ഷെ ഞങ്ങളെ തെയ്യം നടക്കുന്നത് വേറെ സ്ഥലത്താണ്. ഈ പറശ്ശിനിക്കടവിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് തെയ്യം നടക്കണേ. അതിൻ്റെ അടുത്തൊന്നും ഞങ്ങൾക്ക് സ്റ്റേ കിട്ടിയില്ല. പിന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ തെയ്യം നടക്കുന്നിടത്തേക്ക് എങ്ങനെ പോവും. കാരണം തെയ്യം പുലർച്ചെ 2 മണിക്കാണ് നടക്കണേ. അതുകൊണ്ട് എങ്ങനെ പോവും, എങ്ങനെ തിരിച്ചു വരുന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. എന്തായാലും നമ്മൾ പോയി കുളിച്ചൊരുങ്ങി നമ്മളുടെ മുത്തപ്പൻ്റെ ഒക്കെ അമ്പലത്തിൽ പോയി മുത്തപ്പനെയൊക്കെ കണ്ടു. പിന്നെ അതിന് മുമ്പ് തന്നെ നമ്മളുടെ മഞ്ജു വന്നിരുന്നു. മഞ്ജു വന്നപ്പോൾ ഒരു 7 മണിക്കായിട്ടേ. മഞ്ജു ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് കണ്ണൂർക്കാണ് കേട്ടോ വന്നത്. ഇനി ഇത് കഴിഞ്ഞ് പാവം കുട്ടി തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോവുകയും വേണം. ഈ തെയ്യം കാണാൻ വേണ്ടി മാത്രം ഇത്ര എഫേർട്ട് ഇട്ട് വന്നതാട്ടോ. ബൈ നമ്മളിനി എങ്ങനെ തെയ്യം കാണാൻ പോയെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു, ആരും സമ്മതിച്ചില്ല. ലാസ്റ്റ് ഞങ്ങൾ അവിടെ റിസപ്ഷൻ്റെ അവിടെ പോയി. ആളൊരു ഓട്ടോക്കാരൻ്റെ നമ്പർ തന്നു. ആൾ എന്താണെന്നറിയില്ല, ഞങ്ങൾ വിളിച്ച് ഹലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ ആൾ എടുത്തില്ല. ഞങ്ങൾ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിട്ടാണോ എന്നറിയില്ല. പിന്നെ ആൾ വേറൊരു ടാക്സിക്കാരൻ്റെ നമ്പർ തന്നു. ഇതൊക്കെ നടക്കുന്നത് രാത്രി ഒരു 10:30 സമയത്താട്ടോ. ഞങ്ങൾക്ക് 2 മണിക്ക് അവിടെ എത്തണം. ഇതുവരെ എങ്ങനെ പോകണമെന്ന് ഞങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ടാക്സിക്കാരൻ്റെ നമ്പർ കിട്ടി. ആ ടാക്സി ചേട്ടനെ വിളിച്ചു വെച്ചപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നോക്കട്ടെ, സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിരുന്നു 9 ആളുണ്ടെന്ന്. അങ്ങനെ ആൾ പറഞ്ഞു ടാക്സി ഒന്നും കിട്ടില്ല, ഒരു ട്രാവലർ സെറ്റ് ചെയ്ത് തരാമെന്ന്. ഞങ്ങൾ നോക്കി, നമുക്ക് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ആളൊരു ട്രാവലർ സെറ്റ് ചെയ്ത് തന്നു. 2500 രൂപയാണ് കേട്ടോ ആൾ പറഞ്ഞത്. കാരണം കഴിയണ വരെ ആൾ വെയിറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അത് റീസണബിൾ ആണ്. കാരണം നമുക്ക് വേറെ വഴിയില്ലല്ലോ. പിന്നെ നമ്മൾ 9 ആളുണ്ട്, അപ്പോൾ അത്ര വലിയ പൈസയൊന്നും വരില്ല. അങ്ങനെ നമ്മൾ ട്രാവലറിലാണ് അവിടെ പോയത്. അവിടെ പോയപ്പോഴാണെങ്കിലും ഒടുക്കത്തെ ഇത്ര തിരക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരവിടെ കസാരയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പക്ഷെ അതൊക്കെ 10:30 ഫില്ലായെന്ന് തോന്നുന്നു. സംഭവം 2 മണിക്കാണ് നടക്കണം. ഞങ്ങളവിടെ 1 മണിക്ക് എത്തി. എന്നിട്ട് വരെ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് നിന്നിട്ട് വേണ്ടി വന്നു തെയ്യം കാണാനായിട്ട്. ഞങ്ങളൊരു കണ്ടിന്യൂസ് ഒരു 3 അവർ തെയ്യം കഴിയണ വരെ ഞങ്ങളവിടെ നിന്നു. ആദ്യം വന്നപ്പോൾ ആദ്യത്തെ തെയ്യത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ തെയ്യം ഇങ്ങനെ കോഴിയുടെ തലയൊക്കെ പറിക്കുന്ന ഒരു തെയ്യമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ആ തെയ്യം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കണ്ടനാർ കേളനി തീൽക്കോടെ നടക്കണ തെയ്യം. അത് കാണാനാണ് ഞങ്ങൾ മെയിനായിട്ട് പോയത് തന്നെ കേട്ടോ. ഭയങ്കര തിരക്ക് പ്ലസ് ചൂടൊക്കെ എടുത്തിട്ടാട്ടോ നമ്മൾ കാണുന്നത്. പക്ഷെ ഉണ്ടല്ലോ, വൺസ് ഈ തെയ്യം പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മളുടെ ആ ചൂടും ആ തിരക്കൊക്കെ നമ്മൾ മറന്നുപോയി. ബിക്കോസ് നമ്മളെ മുമ്പിൽ എന്താ എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. വി വാസ് സോ ഗ്രേറ്റ്ഫുൾ. അത് നമ്മളെ കണ്ണോട് നേരിട്ട് കാണാൻ പറ്റാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. എങ്ങനെയാണല്ലേ ഞങ്ങൾ വിചാരിക്കുന്നു ഈശ്വര ഈ തീൽക്കോടെ നടക്കുമ്പോൾ അവർക്ക് പൊള്ളുന്നില്ലേ. വൺസ് ഇൻ എ ലൈഫ് ടൈം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കണ്ണൂർ പോയിട്ട് തെയ്യം കാണണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇതായിരുന്നു ഞങ്ങളുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കണ്ണൂർ തെയ്യം ട്രിപ്പ്. ബൈ തിരിച്ചുള്ള ട്രെയിൻ ഞങ്ങൾ തക്കാലിൽ ബുക്ക് ചെയ്തു കേട്ടോ. അതും 9:30 തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തു. കുറച്ച് അഡ്വഞ്ചറസ് ട്രിപ്പ് ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. തെയ്യമൊക്കെ നല്ല വൃത്തിക്ക് തന്നെ കാണാൻ പറ്റിയിട്ടോ നമുക്ക്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ അഡ്വഞ്ചറസ് കണ്ണൂർ തെയ്യം യാത്ര. അപ്പോൾ നിങ്ങൾക്ക് പോയി കാണണമെങ്കിൽ എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോയി കാണാൻ പറ്റിയൊരു കാര്യം തന്നെയാണ് തെയ്യം. പോയി കാണണം തന്നെ ഞാൻ പറയും.